ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് 1998 മുതൽ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. 98 വിജയം മല്യ ഏകദേശം 44 കിലോ സ്വർണം കൊടുത്തതായിട്ട് വരുന്നുണ്ട്. അത് 33 കിലോ അവിടെ പൂശുകയോ പൊതിയോ ചെയ്തു എന്നൊക്കെയാണ് കഥ വരുന്നത്. എന്തായാലും 98 അടിസ്ഥാനപരമായ വർഷം ഫിക്സ് ചെയ്യും SIT എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്വർണം എത്രമാത്രം അവിടെ പൂശിയെന്നും അല്ലെങ്കിൽ എത്ര പൊതിഞ്ഞു എന്നും എത്ര അടിച്ചുകൊണ്ട് പോയി എന്നും കണ്ടെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് 98 മുതൽ തീർച്ചയായിട്ടും അന്വേഷണ പരിധിയിൽ SIT കൊണ്ടുവരും എന്നാണ് കണക്കാക്കുന്നത്. ഇന്ന് ഹൈക്കോടതി ശബരിമലയെ സംബന്ധിച്ചുള്ള അവസാന തീർപ്പ് ഉത്തരവിടും എന്നാണ് കരുതുന്നത്. കാരണം അവിടുത്തെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഹാജരാക്കാൻ പറഞ്ഞു. അത് ഇന്ന് ഹാജരാക്കും. അതിനുശേഷം ഇന്ന് ഹൈക്കോടതി ഒരു തീർപ്പ് കൽപ്പിക്കും ശബരിമലയെപ്പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് കാര്യത്തിൽ. ഏതായാലും ഇപ്പം ചില ഡയറക്ഷൻസ് വന്നിട്ടുണ്ട്. SIT രൂപീകരിച്ചു. വെങ്കടേഷ് IPS ADGPയുടെ നേതൃത്വത്തിലും ശശിധരൻ SP നേതൃത്വത്തിലുമാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെയുള്ള 2 ഇൻസ്പെക്ടർമാർ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിൻ്റെ ക്ലിഫ് ഹൗസിന് അടുത്തുള്ള നന്തൻകോടുള്ള ആ ഓഫീസിൽ വന്ന് പ്രാരംഭ പരിശോധന നടത്തിക്കഴിഞ്ഞു. ഒരു സംഘം ശബരിമലയ്ക്കും നീങ്ങി. ശബരിമലയിൽ 1998 സ്വർണം പൂശിയ സ്ഥലങ്ങൾ കോവിൽ മേൽക്കൂരയിൽ പൂശി, പ്രധാന വാതിലിൽ പൂറ്റി, ചുറ്റുമുള്ള തൂണുകളിൽ പൂശി, ഇരുവശത്തുമുള്ള ചിത്രങ്ങളിലും ദ്വാരപാലക ശില്പങ്ങളിലും 3 കലശങ്ങളിലും 4 വശത്തുമുള്ള ആനുരൂപങ്ങളിലും 3 കർണകൂടത്തിലും ഭണ്ഡാരത്തിലും അന്ന് സ്വർണം പൂശുകയോ പൊതിയുകയോ ചെയ്തിട്ടുണ്ട്. 2009 വീണ്ടും സ്വർണം പൊതിഞ്ഞത് കന്നിമൂല ഗണപതിയിലും മാളികപ്പുറം ക്ഷേത്രത്തിലും നാഗരാജാവിലും പൊതിഞ്ഞു. 2015 18-ാം പടി പഞ്ചലോഹത്തിൽ തീർക്കുകയും ചെയ്തു. 2017 വീണ്ടും 9 കിലോ സ്വർണം ഉപയോഗിച്ചിട്ട് കൊടിമരം പണിതു. അന്നത്തെ ചിലവ് 3,21,00,000 രൂപയായിരുന്നു. 2019 മാർച്ച് 11 ആ ശ്രീകോവിലിൻ്റെ വാതിലിൽ സ്വർണം പൂശുകയോ പൊതിയുകയോ ചെയ്തു. അപ്പോൾ 1998 മുതലാണ് ഈ SIT നോക്കേണ്ടത്. ശബരിമലയെപ്പറ്റി അവിടെ സംഭാവന കൊടുത്തതോ അവിടെ കാണിക്കയിട്ടതോ അവിടെ സ്വർണം കൊടുത്തോ അതും ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ധാരാളം പരാതികൾ വരാനുള്ള സാധ്യത ഹൈക്കോടതി കണക്കാക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്ന പരാതികൾ അത് SITക്ക് അയച്ചു കൊടുക്കണം എന്ന് നിർദ്ദേശമുണ്ട്. ഏതായാലും അതിനോടൊപ്പം തന്നെ പുതിയൊരു വാർത്ത വരുന്നത് അവിടെ ശബരിമലയിലെ 2019 മാർച്ച് 16 അവിടെ 5-8 പവൻ്റെ സ്വർണം കൂടെ അതിനകത്ത് അയ്യപ്പൻ്റെ രുദ്രാക്ഷമാലയിലും യോഗദണ്ഡിലും പതിപ്പിച്ചിട്ടുണ്ട്. നട അടയ്ക്കുന്നതിന് മുമ്പ് ഹരിവരാസനത്തിന് ശേഷം അയ്യപ്പൻ നിദ്രയിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. നിദ്രയിലേക്ക് പോകുമ്പം രുദ്രാക്ഷമാലയും യോഗദണ്ഡും കയ്യിൽ ദേഹത്തണിഞ്ഞിരിക്കും. അപ്പം പിന്നെ അതിൽ ഭസ്മാഭിഷേകം അവിടെ ചെയ്ത ശേഷം നടയടയ്ക്കും. ഇതാണ് ഹരിവരാസനത്തിന് ശേഷം ചെയ്യുന്ന പ്രവൃത്തികൾ. അങ്ങനെ നടയടയ്ക്കുമ്പോൾ അയ്യപ്പൻ്റെ കൈവശം ദേഹത്ത് രുദ്രാക്ഷമാലയും യോഗദണ്ഡുമുണ്ട്. ഈ യോഗദണ്ഡിൻ്റെ അടിവശത്ത് 18 ചുറ്റിട്ട് ഏകദേശം 44-45 പവൻ സ്വർണം പിടിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമല്ല, അത്ര പവനെന്നാണ് പറയുന്നത്. എന്തായാലും 19-20 ഗ്രാം കേശവദണ്ഡിൻ്റെ ഒരു ചുറ്റ് അത്രത്തോളം തൂക്കം വരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതന്ന് ജയശങ്കർ പൽപ്പൻ എന്ന ഒരാളാണ് ഇത് ചെയ്തത്.
അതിൻ്റെ കണക്കുകൾ അത്ര വ്യക്തതയില്ല. അത് തീർച്ചയായിട്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും സ്വർണ്ണപ്പാളിയിലെ വിവാദത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇപ്പം സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് ഓഫീസർ KS ബൈജു ഇതിൽ പങ്കുണ്ട് എന്ന വാർത്ത വന്നു. ബൈജു റിട്ടയർ ചെയ്ത് പോയെന്ന് തോന്നുന്നു. എന്തായാലും ശബരിമലയിലെ 1998 ശേഷം പതിക്കുകയോ പതിപ്പിക്കുകയോ പൊതിയുകയോ ചെയ്ത സ്വർണം അവിടെയോ ഉണ്ടോ? ഏതായാലും ഒരു കാര്യം കൃത്യമായി, ഇവിടെ നിന്നെല്ലാം വിളക്കിക്കൊണ്ടുപോയി ആ ദാരുശില്പങ്ങളും വളയങ്ങളും എല്ലാം സ്വർണത്തിലുള്ളത് കംപ്ലീറ്റ് ഇവിടുന്ന് ഇളക്കിക്കൊണ്ട് പോയി പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. കാരണം ആ രീതിയിലുള്ള ഒരു കവർച്ചയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതുതന്നെ കവർച്ചയ്ക്ക് കൂട്ടുനിന്ന പ്രസിഡന്റുമാരാരെങ്കിലും ഉണ്ടോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അങ്ങനെ അവിടുത്തെ സ്റ്റാഫുകൾ പലരും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം ധാരാളം വിദേശയാത്രകൾ നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ അയ്യപ്പൻ്റെ അവിടുത്തെ സ്വർണം മോഷ്ടിച്ചതിൻ്റെ പങ്ക് പറ്റിയവരൊക്കെ തന്നെയാണ് വിദേശയാത്ര നടത്തിയത്. അവരെ ലിസ്റ്റ് എന്തായാലും പോലീസ് എടുക്കും എന്ന് കരുതുന്നു. അത് എടുക്കണം. അതെടുത്ത ശേഷം ആ ശബരിമല അയ്യപ്പൻ്റെ അവിടുത്തെ സ്വർണം മോഷ്ടിച്ചവരെ അതിൻ്റെ തോത് എത്രയുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇയാൾ എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി, എത്ര പേര് കൂടെ പോയി, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി, എത്ര ദിവസം താമസിച്ചു, എത്ര കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. ഏതായാലും അയ്യപ്പൻ്റെ അവിടെ സ്വർണം പൂശിയതും അവിടെ പൊതിഞ്ഞതും എല്ലാം മറിച്ച് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി വിറ്റ് എല്ലാവരും പുട്ടടിച്ചു കഴിഞ്ഞു, വിദേശയാത്ര നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇതുവരെ ഹൈക്കോടതി കൃത്യമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട്. അവർ ചെയ്തിരിക്കുന്ന കുറ്റങ്ങളെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട്, അത് അവിടുത്തെ ജീവനക്കാർ മോഷണം നടത്തിയിട്ടുണ്ട്, അതുപോലെ ചീറ്റിംഗ് ഉണ്ട്, 420 ഉണ്ട്, അതിനകത്ത് മോഷണമുണ്ട്, മോഷണ വസ്തു വാങ്ങി വിറ്റവരുണ്ട്. മോഷണ വസ്തുവിലെ ചില ഭാഗങ്ങൾ ജയറാമിൻ്റെ വീട്ടിലെ പൂജയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പോലീസ് കണ്ടെടുക്കേണ്ടി വരും. ജയറാമിനെ മോഷണ വസ്തു വാങ്ങിച്ചതിന് പ്രതിയാക്കേണ്ടിയും വരും. കാരണം അതവിടെ പൂജയ്ക്ക് വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് ശബരിമല അയ്യപ്പൻ്റെ വസ്തുവാണ്, അത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അത് കടത്തിക്കൊണ്ടു പോയവരാണ് അവിടെ കൊണ്ട് വെച്ചെന്നറിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു പ്രതിസ്ഥാനത്തേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇപ്പോഴ് വരുന്ന വാർത്തകളനുസരിച്ച് വ്യാപകമായ തട്ടിപ്പ് ശബരിമലയിൽ നടന്നിട്ട് സർക്കാർ നിയോഗിച്ച ഇത്രയോ ഉന്നതരായ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിട്ടും ആരും അത് കണ്ടെത്തുകയോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. കൃത്യമായ റോബറി, ഡക്കോയിറ്റി, മോഷണം, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, അങ്ങനെ വകുപ്പുകൾ ഒന്നിൻ്റെ പുറകെ ധാരാളം വരുന്നു. നോൺ ബൈലബിൾ വകുപ്പുകളാണ്. ശബരിമലയിലെ ആരൊക്കെ ഇതിൻ്റെ ഷെയർ കൈപ്പറ്റിയിട്ടുണ്ട് അവരെയൊക്കെ പ്രതിയാക്കി വെക്കുകയുള്ളൂ. വ്യത്യസ്തമായ തീയതികളിലും വ്യത്യസ്തമായ സമയത്തും അവിടെ മോഷണം അതുപോലെയുള്ള കാര്യങ്ങൾ നടത്തിയതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ FIRകൾ എടുക്കേണ്ടി വരും. സമയവും തീയതിയും അനുസരിച്ചാണ് മോഷണം നടത്തി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക FIR. 98 മുതൽ 2025 വരെ ഇതുപോലെയുള്ള എത്ര സംഭവങ്ങളുണ്ടോ അത്രയും കേസുകൾ എടുക്കേണ്ടി വരും. അത്രയും കേസുകൾ എടുക്കുമ്പം അതിനകത്ത് അന്ന് അവിടെയുള്ള ജീവനക്കാർ ആരൊക്കെയായിരുന്നു ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാൻ ഒക്കില്ല. ശബരിമല അയ്യപ്പൻ്റെ അവിടെ വരുന്ന പണം അത് കാത്തു സൂക്ഷിക്കാനും അത് കണക്കുണ്ടാക്കി കൃത്യമായി അവിടെ ഫയൽ ചെയ്യാനും അതവിടെ സൂക്ഷിക്കാനും അവിടുത്തെ ചീഫ് വിജിലൻസ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതിക്കോണം. കാരണം അവർക്കെല്ലാവരും വേതനം പറ്റുന്നത് ശബരിമല അയ്യപ്പനെ കാത്തു സൂക്ഷിക്കാനും അയ്യപ്പൻ്റെ ആ കൈവശമുള്ള സ്വത്തുക്കളുടെ സംരക്ഷണത്തിനുമാണ്. അല്ലാതെ ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുക്കാൻ ഉള്ള ഒരു ചുമതലയല്ല അയ്യപ്പന്.
അയ്യപ്പനെ അവിടെ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വരികയും കാണിക്ക അർപ്പിക്കുകയും അവിടെ അവർ മനസ്സറിഞ്ഞ് അവരുടെ കയ്യിലുള്ള മാലകൾ, ആ സ്വർണ്ണമാലകൾ, അത് 5-6 മടങ്ങുകളൊക്കെ അയ്യപ്പൻ്റെ അവിടെ വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ പീഠത്തിൻ്റെ അടുത്തും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ കാണിക്കിടുന്ന സ്ഥലത്തും എല്ലാം നിക്ഷേപിച്ചിട്ട് പോകുന്ന ഭക്തജനങ്ങളാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന അവരെ അത് അടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗ്രേവ് ഒഫൻസാണ്. അതുകൊണ്ട് SITയുടെ ജോലി വളരെയധികം വിഷമം പിടിച്ചതാണ്. അതിനകത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അതുവരെ അത്രയും അവരുടെ നല്ല ഹിസ്റ്ററിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സത്യസന്ധനായവരൊക്കെ തന്നെയാണ് അതിനകത്ത് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മുഖം നോക്കാതെ നടപടി എടുക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അതിന് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ കൃത്യമായിട്ടുണ്ട്. ജസ്റ്റിസ് KG ശങ്കരനെ റിട്ടയർ അദ്ദേഹത്തിനെ അവിടുത്തെ അയ്യപ്പൻ്റെ അവിടെ വന്നു ചേർന്നിരിക്കുന്ന ഇതുവരെയുള്ള സ്വത്തുക്കളുടെ കണക്കെടുക്കാനായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പം അവിടെ ഒരു ചിട്ട ഇനി ഉണ്ടാകും എന്ന് കരുതുന്നു. കാരണം അവിടെയുള്ള ഈ മോഷണം നടത്തുന്ന ആ അയ്യപ്പൻ്റെ ആ സേവനത്തിന് വേണ്ടി വന്ന് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലെങ്കിൽ ദേവസ്വത്തിന് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇരിക്കുകയോ ചെയ്തു എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ അവിടെ സ്വത്ത് പോയപ്പം അത് തടയാനുള്ള ബാധ്യത ഇവർക്കുണ്ടായിരുന്നു, തടഞ്ഞില്ല. ആരും അത് റിപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഈ കുറ്റങ്ങൾ നമുക്ക് അവരുടെ പേരിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അവരെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണം. അതുപോലെ മോഷണം നടത്തിയവരെ ശിക്ഷിപ്പിക്കണം. അതിനുള്ള സംവിധാനത്തിലേക്കൊക്കെ അത് സത്യമാണെന്നുള്ള ബോധ്യപ്പെടണമെങ്കിൽ അത് മഹസറിൽ കൊണ്ടുവരികയും അത് റിക്കവർ ചെയ്തും കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ.